Hello and welcome to The Print. A century ago, 14 laborers got together in Kerala to create employment with dignity in a system where caste discrimination was prevalent. Today, it has grown from a group of construction workers to a firm that owns a cyber park and also undertakes massive projects such as the National Highway. This is the story of Uralungal Labour Cooperative Society, which has proved that growth need not be limited to private companies. In 1925, the society's earlier works involved rebuilding farmland once damaged during the 1924 flood, village pathways, local roads and canal works, including the widening of Kozhikode's Kanoli Canal. Over time, the cooperative was involved in large-scale public work department projects. ബന്ധം സ്ഥാപിക്കുകയും കേരളത്തിൻ്റെ പ്രാദേശിക വളർച്ചയ്ക്ക് വലിയൊരു സംഭാവന നൽകിയ പ്രസ്ഥാനമാണ്. 36 പൈസയിൽ തുടങ്ങി ഇന്ന് 2500 കോടി രൂപ ടേൺ ഓവറുള്ള വലിയൊരു പ്രസ്ഥാനമായിട്ട് ഊരാളുങ്കൽ സൊസൈറ്റി മാറിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് സൊസൈറ്റിയിൽ അതാത് കാലങ്ങളിൽ നേതൃത്വ നിരയിൽ വന്ന ആളുകൾ നൽകിയ വിലപ്പെട്ട സംഭാവനകളാണ്. അച്ചടക്കം, അതേപോലെ തന്നെ ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ കൃത്യ സമയത്ത് അതിൽ ആ പ്രോജക്റ്റിന് നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ ഗുണനിലവാരങ്ങളും അത് ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യപ്പെടാതെ ഭംഗിയോടുകൂടെ ചെയ്തു തീർത്ത് കേരള സമൂഹത്തിന് നൽകി. അതാണ് ഊരാളുങ്കൽ സൊസൈറ്റിയെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ കൂടെ രൂപപ്പെട്ടു വന്ന പ്രസ്ഥാനം സ്വാഭാവികമായിട്ടും തൊഴിലാളികളാവുന്ന സമയത്ത് അവർക്ക് പഠനം മറ്റ് കാര്യങ്ങളിലൊക്കെ സമൂഹത്തിലെ മറ്റുള്ളവരെ പോലെ ഉയർന്ന നിലവാരത്തിലെത്താൻ പറ്റിയിട്ടില്ലെങ്കിലും അവരുടെ വികസനത്തോടുള്ള വീക്ഷണം അത് ഏതൊരു അന്താരാഷ്ട്ര കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുമാരെക്കാളും വളരെ ദീർഘവീക്ഷണമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 101 വർഷത്തെ കാലയളവിൽ അത് സമൂഹത്തിൽ സൃഷ്ടിച്ച തൊഴിലവസരങ്ങൾ, അതേപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയ്ക്ക് കൊടുത്ത സംഭാവനകളും വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. Now the cooperative has become only worker-owned society in India to qualify for an executed national highway project, competing alongside large private and multinational firms, and employs nearly 18,000 workers across Kerala. Alongside infrastructure, ULCCS diversified into new sectors, developing Kozhikode's first cyber park, establishing advanced testing laboratories, and partnering with the state government to create institutions for skill development in construction. And the ownership continues to remain entirely with the workers. A key establishment managed by ULCCS is the Sargalaya Arts and Craft Village located in Iringal village in Calicut. The establishment spread across 20 acres hosts 100 artisans in 27 huts from across India. കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്ന കരകൗശല വിദഗ്ധർക്ക് സർഗാലയയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യാനും കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വിദേശ വിനോദസഞ്ചാരികൾക്കുൾപ്പെടെ അത് കാണിച്ചു കൊടുക്കാനും അത്തരത്തിലുള്ള കരകൗശല ശില്പശാലകൾ നടത്താനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇടനിലക്കാരില്ലാതെ കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യാനുള്ള സൗകര്യമാണ് സർഗാലയയിൽ ഒരുക്കിയിട്ടുള്ളത്. അതിലൂടെ അവർ കൃത്യമായ മൂല്യം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ സംവിധാനത്തിൻ്റെ പുറകിലുണ്ട്. നിരവധി കരകൗശല നിർമ്മാതാക്കൾക്ക് അവർക്ക് സ്ഥിരമായിട്ട് സർഗാലയയിൽ വന്ന് കരകൗശല ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് പോലും അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ എംപോറിയത്തിലൂടെ വിൽക്കാനുള്ള സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ അവർക്ക് കൃത്യമായ ഒരു വരുമാനം ലഭിക്കാനുള്ള ഒരു സാഹചര്യമാണ് സർഗാലയയിലുള്ളത്. കൂടാതെ അവർക്ക് വിവിധ ശില്പശാലകൾ നടത്തി വരുമാനം ഉണ്ടാക്കാനും അത്തരത്തിലുള്ള സംവിധാനങ്ങളും ഞങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. Besides Sargalaya, ULCCS also runs Madithattu, a daycare facility for senior citizens in Kozhikode and Madakara, and ULCare Nayanar Sadanam, an institution that focuses on skill training of the intellectually challenged. ULCCSൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വ വിഭാഗമായ ULCS ഫൗണ്ടേഷൻ
പ്രധാനമായും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൻ്റെ അതിരിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിക്കാരുടെ പുനരധിവാസവും അതോടൊപ്പം തന്നെ പ്രായം ഏൽപ്പിക്കുക പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളുമാണ്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് തൊഴിൽ പരിശീലനത്തിനും തൊഴിലും നൽകുന്നതിന് വേണ്ടിയിട്ട് UL കെയർ നയനാർ സദനം എന്ന പേരിൽ ഒരു സ്ഥാപനവും അതേപോലെ ഡൗൺ സിൻഡ്രോം ബാധിതരായ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സർഗശേഷി എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രായം കൂടിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവന പ്രവർത്തനം എന്നുള്ള നിലയ്ക്കാണ് മടിത്തട്ട് ഒന്ന് വടകര നാദാപുരം റോഡിലും മറ്റൊന്ന് കോഴിക്കോട് കാരപ്പറമ്പിലും ആരംഭിച്ചത്. വടകര നാദാപുരം റോഡിലുള്ള മടിത്തട്ട് ഒരു ഗ്രാമീണ സാഹചര്യത്തിൽ എങ്ങനെ ഒരു പുനരധിവാസ പദ്ധതി ആവിഷ്കരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ആവിഷ്കാരവും ഈ കാരപ്പറമ്പിലുള്ളത് നഗര സാഹചര്യത്തിൽ ഇത്തരം പ്രായമുള്ള ആളുകൾക്ക് ഏത് തരത്തിലുള്ള സേവനമാണ് നൽകുക എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണവുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. From a group of 14 to 18,000, the ULCCS has grown without giving up labor ownership. In an economy driven by private capital, the growth of the society has proved that labor-led growth can deliver scale, dignity, and welfare.